ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. ഒരു വീക്കിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. നമ്മൾ ലിഡിലാണെന്ന് പോകുന്നത്. അപ്പോൾ ഒരു ആഴ്ചത്തേക്കുള്ള നമ്മളുടെ പാല്, പിന്നെ നമ്മുടെ മീറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ഒരാഴ്ചത്തേക്കുള്ള നമുക്ക് എത്ര രൂപ വരെ ആവുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ ലിഡിലെ ഷോപ്പിംഗ് മാത്രമല്ല, നമ്മൾ ഈ ലിഡിലിൽ നിന്ന് നേരെ ഒരു ഏഷ്യൻ ഷോപ്പിലും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിവിടെ സ്കോട്ട്ലാൻഡിൽ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഷോപ്പാണ്. നമുക്ക് അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. സ്ട്രോബെറി, റാസ്ബെറി, പിന്നെ നമ്മുടെ ചെറീസ്, അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അത് ചെറിയ പാക്കറ്റിലുള്ളതുകൊണ്ട് വലിയ പാക്കറ്റിലുള്ളതുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളാണ്. അപ്പോൾ ഞാനിവിടെ നിന്നൊരു ബീൻസ് എടുത്തിട്ടുണ്ട്. 85 പെൻസാണ് ബീൻസിന്. നമ്മൾക്ക് മോറിസണിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു ലിഡിലിൽ ഇതുപോലെ ബീൻസൊക്കെ മേടിക്കാം. അത് എല്ലാ സാധനങ്ങളും ഇല്ല, ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില ഐറ്റംസ് നമുക്ക് ലിഡിലായിരിക്കും ലാഭം, ചില ഐറ്റംസ് മോറിസണിലായിരിക്കും ലാഭം. അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. ആദ്യം കണ്ട ആ ഒരു പാക്കറ്റ് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു റെഡ് കളർ പാഷൻ ഫ്രൂട്ടില്ലേ, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ പ്ലംസ് ആയിരുന്നു. അത് വെറൈറ്റി പ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇതായി കാണുന്ന പീച്ച്, ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. നല്ല മാമ്പഴം കഴിക്കണമായിരിക്കും, നന്നായിട്ട് പഴുക്കണം. നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴേക്കും നല്ല മാമ്പഴം കഴിക്കണമല്ലോയാണത്. നല്ല ടേസ്റ്റാണ്. ഇതാണ് ഈ ഒരു പാക്കറ്റാട്ടോ ഞാൻ എടുത്തത്. ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? എല്ലാത്തിൻ്റെയും റേറ്റ് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 239 ആണ്. അതുപോലെ തന്നെ ഇതായി കാണുന്ന ഒരു വെറൈറ്റി ഇനം ഓറഞ്ചാണ്. ഭയങ്കര മുഴുത്ത നല്ല ഓറഞ്ചാണ്. നമ്മളുടെ നോർമൽ ഓറഞ്ചിനേക്കാളും നല്ല മുഴുപ്പാണ്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ ബംബ്ലൂസ് നാരങ്ങയില്ലേ, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ചെറുതാണ്. അതിൻ്റെ അകം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബംബ്ലൂസ് നാരങ്ങയുടെയൊക്കെ ഒരു ഓറഞ്ച് റെഡ് കളറിലുള്ള ബംബ്ലൂസ് നാരങ്ങയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. നല്ല പുളിയാണ്, പിന്നെ ചെറിയൊരു കയ്പ്പും ഉണ്ട്. ഞാനതൊരു ട്രൈ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ സാധാ നമ്മുടെ ഓറഞ്ചുകൾ, പിന്നെ ബനാന, ഈ പിയർ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു പിയറായിരുന്നു. അപ്പോൾ അതും ഒരു പാക്കറ്റ് എടുത്തു. 139 ആണ് വന്നിട്ട് അതിൻ്റെ റേറ്റ്. പിന്നെ നമ്മളിവിടെ നിന്ന് ഒരു പാക്കറ്റ് ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കരിമ്പച്ച കളറിലുള്ള ആപ്പിളുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഇച്ചിരി മുളകൊക്കെ ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട്. നമ്മൾ ഈ മൂവിയൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചെറിയ മധുരവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ട്. പിന്നെ അതാ നമ്മുടെ നട്ട്സിൻ്റെ സെക്ഷനാണിത്. അവിടെ തന്നെ പിസ്തയും ബദാമും കാഷ്യൂ നട്ട്സും ഉണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞങ്ങളിതായത് ഇരിക്കുന്ന മെലൻ കണ്ടോ, അത് 3 ടൈപ്പ് മെലനുണ്ട്. ഒന്ന് യെല്ലോയും പിന്നെ നമ്മുടെ ഓറഞ്ചും ഗ്രീനും കളറിലുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റായിട്ടോ. നന്നായിട്ട് പഴുത്തതായിരിക്കണം. നന്നായിട്ട് പഴുത്ത മെലനാണെങ്കിൽ നല്ല മധുരമായിട്ടോ അതിന്. ചുമ്മാ നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിന് ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ലിഡിൽ, അസ്ത, ടെസ്കോ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളൊക്കെ വളരെ കുറവേ കിട്ടുള്ളൂ. ആകെ കൂടെ കിട്ടുന്നത് നമ്മുടെ പംകിൻ, പിന്നെ ഇതുപോലത്തെ ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസേ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വെജിറ്റബിൾസൊക്കെ വളരെ കുറവാണ് കാണുന്നത്. ഇംഗ്ലണ്ടിൽ എനിക്ക് തോന്നുന്നു അസ്തയിലൊക്കെ നമ്മളുടെ ഏത്തക്കായൊക്കെ ചെടിക്ക് വരാറുണ്ട്. കപ്പ, ഞങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് അവിടെ അസ്തയിൽ പോകുമ്പോൾ ഇതുപോലെ ഏത്തക്കായ, കപ്പ, പിന്നെ നമ്മുടെ ഒരു തരം ചേമ്പ് പോലത്തെ ഒരു വെജിറ്റബിൾ അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷേ സ്കോട്ട്ലാൻഡിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇങ്ങനത്തെ ഷോപ്പുകളിലൊന്നും തന്നെ ഇതിങ്ങനെ വെജിറ്റബിൾസ് തന്നെ കണ്ടിട്ടില്ല. അപ്പം മെയിനായിട്ട് എടുക്കുന്നത് ഇതുപോലെ കുക്കുംബറൊക്കെ സാലഡിനാണ്. ഇടയ്ക്ക് ഞാൻ ഈ സെയിം കുക്കുംബർ നമ്മൾ സാമ്പാറും മോരുകറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ഇടാറുണ്ട്. ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ കണിവെള്ളരിയുടെ ഒന്നും ടേസ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കുക്കുംബറിനൊക്കെ വില വന്നിട്ട് 89 പെൻസ്. പിന്നെ കുറച്ചും കൂടെ നീളം കൂടിയതിനാണെങ്കിൽ 1.9 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിവിടുന്ന് ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനെടുത്ത സൺഫ്ലവർ ഓയിലാണ്. ബാക്കി കുറേ ഓയിലുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ ഈ ഫ്രൈ ചെയ്താലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഓയിലുകൾക്കൊക്കെ അതിൻ്റേതായൊരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് സാധാരണ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് നമുക്കിവിടെ ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു. 2 പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ടൊമാറ്റോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൊമാറ്റോ ഉണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി വലിയത്, ചെറുത്, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ്, പിന്നെ ചെറിയ മഞ്ഞ കളറിലുള്ള ബൾബ് പോലത്തെ ടൊമാറ്റോസൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. ചുമ്മാ ചെറിയ ടൊമാറ്റോസ് ചുമ്മാ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്നൊരു മറ്റേ ഒനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചുമന്ന കളറിലുള്ള ഒനിയൻ. അതിന് 95 പെൻസ് അങ്ങാണ്ടായിരുന്നു അതിന്. പിന്നെ ഇതാണ് നമുക്ക് കിട്ടുന്ന ചെറിയ ഉള്ളി. ചില സമയത്ത് ഇവിടെ കിട്ടുന്ന ചെറിയുള്ളി നല്ല വണ്ണം കുറഞ്ഞിട്ടുള്ള ചെറിയുള്ളി കിട്ടും. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ സാധാരണ ഞങ്ങൾ അതാണ് എടുക്കാറ്. പക്ഷേ ഇത്തവണ വന്നേക്കണ എല്ലാം ഭയങ്കര വലിയ ഉള്ളികളാണ്, വലിയ സൈസിലുള്ള ഉള്ളികളാണ്. ഇതിന് അത്ര ടേസ്റ്റ് തോന്നാറില്ല. എന്നാലും കൂട്ടത്തിൽ കുറേ തിരഞ്ഞ് നോക്കി അതിനകത്ത് കുറച്ച് സ്ലിമ്മായിട്ടുള്ള കുഞ്ഞുള്ളികളെയാണ് ഞാൻ എടുത്തത്. ഈ ഉള്ളിക്ക് വന്നിട്ട് 99 പെൻസാണ്. നമ്മുടെ ഉണ്ട ഷേപ്പിലുള്ള ഉള്ളിയില്ലേ, അതും ഉണ്ട് കേട്ടോ. അതിനും സെയിം തന്നെ റേറ്റാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നത് ജാസ്മിൻ റൈസാണ്. ഇത് നമ്മളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന റൈസാണോ എന്ന് എനിക്കറിയില്ല. ഇത് തായ്ലാൻഡ് റൈസ് ആണെന്നാണ് പറഞ്ഞ്. ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. ഈ റൈസ് വെച്ചിട്ട് നമ്മൾ ഈ അപ്പവും ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ ഇഡലി റൈസിൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു റൈസാണിത്. പക്ഷേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വർക്കായില്ല, എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. നമ്മളുടെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്. ഇവർ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് കഴിക്കുന്ന റൈസില്ലേ, നല്ല സ്മെല്ലാണ് ഈ റൈസിന്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര സ്റ്റിക്കിയാണ്. അതുകൊണ്ട് ദോശ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. പിന്നെ 15 എഗ്ഗിൻ്റെ ഒരു പാക്കറ്റ് ഞങ്ങൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 2.79 ആണ് ഈ ഒരു പാക്കറ്റിന്. ഈ 15 മുട്ട വരുന്ന ഈ ഒരു പാക്കറ്റിന് 2.79 ആണ്. ചില സമയത്ത് നമുക്ക് ഓഫറിന് കിട്ടും. 30 മുട്ടയൊക്കെ ഒരു 2.9 ആ ഒരു റേറ്റിന് ചില സമയത്ത് ഓഫറിന് നമുക്ക് കിട്ടാറുണ്ട് അസ്തേന്ന്. പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. 1.69 ആയിരുന്നു ഈ ബിസ്ക്കറ്റിൻ്റെ റേറ്റ്. നമ്മുടെ നാട്ടിൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലേ, അതുപോലത്തെ ഒരു ബിസ്ക്കറ്റ്. എന്നിട്ട് അതിൻ്റെ ഉള്ളൊരു ചോക്ലേറ്റ് ഫീലിങ്ങും. അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ട് എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചോക്കോ ചിപ്സാണ് എടുത്തത്. അതിന് എത്രയായിരുന്നു റേറ്റ്? 89 പെൻസോ 95 പെൻസോ അത്രയും കണ്ടുണ്ടായിരുന്നുള്ളൂ അതിന്. ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണ് ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഷുഗർ, പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതെല്ലാം കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ മാഗി നൂഡിൽസാണ്. 1.79 ആണ് ഇതിൻ്റെ ഒരു പാക്കറ്റിന്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കിലോയ്ക്ക് ഇന്ന് വില 1.89 ആണ്. പിന്നെ നമ്മളൊരു യോഗട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. യോഗട്ടിൻ്റെ വില വന്നിട്ട് 1.65 സംതിങ് ആയിരുന്നു. പിന്നെ ലിഡിലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ ബേക്കറി സെക്ഷൻ. ഒരുപാട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന, അവർ ചൂടോടെ തന്നെ ക്രൊസൻ്റൊക്കെ ചൂടോടെയാണ് അവർ ഉണ്ടാക്കി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ബട്ടർ ക്രൊസൻറ്റിനും, പിന്നെ അവിടുത്തെ ആപ്പിൾ പൈ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോണറ്റ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് അവർ ചൂടോടെ അപ്പം ഉണ്ടാക്കിയിട്ടിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബേക്കറി ഐറ്റംസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രെഡൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് അവർ ബേക്ക് ചെയ്ത് അപ്പം കൊണ്ടുവയ്ക്കും. നല്ല ചൂടാണ് അത് കഴിക്കാനായിട്ട്, നല്ല ചൂടോടെ നമുക്കെടുത്ത് കഴിക്കാം. ചില സമയത്ത് നമ്മളിവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫറും കിട്ടാറുണ്ട്. ബേക്കറി സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ബേക്കറി ഐറ്റംസ് എടുക്കാനായിട്ട് ചില സമയത്ത് ലിഡിൽ നമുക്കൊരു ഓഫറും കിട്ടാറുണ്ട് അങ്ങനെ കേട്ടോ. പിന്നെ ലിഡിലിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ലിഡിലിൽ കിട്ടാത്തതായിട്ട് തന്നെ ഒന്നുമില്ല ഈ ഷോപ്പിൽ. എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ഗാർഡനിലേക്കുള്ള ഐറ്റംസ്, പെയിൻറ്റ്, അതുപോലെ ലൈറ്റ്സ്, ഒരു വീട്ടിൽ എന്തൊക്കെ വേണോ അതെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് സമ്മർ ടൈമിൽ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ, ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയ ചെറിയ പൂളുകൾ, പിന്നെ കൊച്ചു കുട്ടികളുടെ ടോയ്കൾ, വലിയ കുട്ടികളുടെ ടോയ്കൾ,
ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ അത്യാവശ്യം നമുക്കൊരു ഫാമിലിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നോക്കുമായിരുന്നു, നമ്മൾ ലിഡിലിൻ്റെ തന്നെ പേര് വെച്ചിട്ടുള്ള അവരുടെ പരസ്യമുള്ള ഷൂ ആണത്. അത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കണം. അപ്പോൾ അത് ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടപ്പോൾ നോക്കിയതാട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ബ്രില്യൻ്റ് ഐഡിയ ആണ്. എന്തായാലും ഞങ്ങളത് എടുത്തില്ലായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ബെഡിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റുകളും ടവൽസുകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം കാണാത്തൊരു സംഭവമാണ്, അതായത് നമ്മൾ ഈ സാരിയിലും ചുരിദാറിലൊക്കെ കുത്തുന്ന സെഫ്റ്റി പിന്നില്ലേ, അത് സാധാരണ ഷോപ്പുകളിൽ ഇവിടെ ഇങ്ങനെ കാണാറില്ല. പക്ഷേ ഇതിൽ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു, നല്ല വലിയ സൈസ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിന്നുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ അതെടുത്ത് നോക്കിയതാണ്. നമ്മളിപ്പോൾ അങ്ങനെ സേഫ്റ്റി പിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അധികം, അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറീസ് ഉണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. നാട്ടിലൊക്കെ പോകുമ്പോൾ ഇത് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്താൽ നല്ല സാധനമായിരിക്കും. നല്ല നല്ല ഭംഗിയുള്ള കുട്ടി കുട്ടി ബുക്കുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫയലൊക്കെ സൂക്ഷിക്കുന്ന, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറൊക്കെ സൂക്ഷിക്കുന്ന ടൈപ്പ് ഫയലുകൾ, അതെല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് സ്കെച്ച് പെന്ന്, കളർ പെന്ന്, പിന്നെ ടോയ്സ്, വെറൈറ്റി ആയിട്ടുള്ള ടോയ്സുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെയായിട്ട് നമ്മൾക്ക് അത്യാവശ്യം ടൂൾ ബോക്സുകളും നമ്മളുടെ ആണി, ചുറ്റിക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ള സെക്ഷൻ കേട്ടോ. പിന്നെ ഇപ്പുറ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാർഡനിലേക്കുള്ള സംഭവങ്ങളാണ്. നമ്മൾക്ക് ചെടി നടാനും ചെടിക്ക് വെള്ളം ഒഴിക്കാനും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട്. ക്ലാമ്പുകൾ ഒക്കെ ഉണ്ട്. അത്യാവശ്യം എനിക്കൊന്ന് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വിലക്കുറവിൽ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന പെയിൻറ്റുകൾ, അങ്ങനെ കോമ്പൗണ്ട് വാളിലൊക്കെ അടിക്കുന്ന പെയിൻറ്റുകൾ, അങ്ങനെ ഇതെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ വന്നിട്ട് നമുക്ക് കിച്ചണിലേക്കുള്ള ചെറിയ ചെറിയ തവികൾ, പിന്നെ നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്യണ വെറൈറ്റി ബേക്കിംഗ് ട്രേസ്, അതുപോലെ നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഗ്ലാസിൻ്റെ പോട്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ ഇവിടെ കൂടുതൽ. ഇത്രയും നല്ല വലിയ ടൈപ്പ് കേക്ക് ടിന്നൊക്കെ മേടിക്കണം എന്നുള്ളവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. വെറൈറ്റി ടൈപ്പുള്ള കേക്ക് ടിന്നുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതായിരിക്കുന്ന നൈഫ് കണ്ടു കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള നല്ല ഭംഗിയുള്ള നൈഫാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് നൈഫ് മേടിച്ചപ്പോഴൊക്കെ മീൻസ് ലിഡിൽ നിന്നല്ല, UK നിന്ന് ഞാൻ നൈഫ് മേടിച്ചിട്ടുണ്ട് കുറേ തവണ. പക്ഷേ അതൊന്നും 1-2 യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ മൂർച്ച പോകും. എനിക്കറിയില്ല അതെങ്ങനെ ഷാർപ്പാക്കണേന്ന്. അപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, നമുക്ക് നന്നായിട്ട് ഈ കല്ലിലൊക്കെ ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മൂർച്ച കൂടുന്ന ടൈപ്പ് സാധാ കത്തിയില്ലേ, ഞാൻ അങ്ങനത്തെ നൈഫാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനെ ഈ ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നൈഫ് എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണത് ഷാർപ്പാക്കണേന്നുള്ളത്. ഭയങ്കര പാടായിട്ടാണ് തോന്നിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുന്ന് നൈഫ് അങ്ങനെ മേടിക്കാറില്ല. നാട്ടിൽ പോയി വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവരുവാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അതാ നമ്മളുടെ ആപ്പിളൊക്കെ കട്ട് ചെയ്യണം. ഇത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇത് നമ്മൾ ആപ്പിൾ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ അതിൻ്റെ സീഡുള്ള ഏരിയ അങ്ങ് മാറി കിട്ടും, ബാക്കി സ്ലൈസ് ആയിട്ട് കിട്ടും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എപ്പോഴും. പിന്നെ ഈ സംഭവം കണ്ടോ, നമ്മൾ ചെറുപ്പത്തിൽ പെൻസിലൊക്കെ ഷാർപ്പാക്കില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു ഷാർപ്പനറാണിത്. പെൻസിലിൻ്റെ അല്ല, വെജിറ്റബിൾസിൻ്റെ. നമ്മൾ ക്യാരറ്റും കുക്കുംബറൊക്കെ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഷാർപ്പാക്കണം. അത് തിരിച്ചാൽ മതി. നല്ല വെറൈറ്റി ഷേപ്പിൽ ന്യൂഡിൽസ് പോലെയൊക്കെ വരും. നല്ല രസമുണ്ട് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയൊരു എമൗണ്ടേ ഉള്ളതിന്. മേടിക്കുകയാണെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല കേട്ടോ.
നമ്മുടെ നാട്ടിലെ എള്ളുണ്ടേനെ പോലെ ഇല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഹേസൽനട്ടിൻ്റെ ഫ്ലേവറിലുള്ളൊരു സംഭവമാണ്. ഹേസൽനട്ട് വെച്ചിട്ടുണ്ടാക്കണതാണ്, ക്യാരമലൈസ്ഡ് ഒക്കെ ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവം എന്നാണ് പറഞ്ഞത്. അത് കഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് എള്ളുണ്ടേനെ ഓർമ്മ വന്നു. പിന്നെ ഈ കാണുന്നത് മുഴുവനും ഐസ്ക്രീമിൻ്റെ ലോകമാണ്. ഒരുപാട് വെറൈറ്റി ഐസ്ക്രീമുകളുണ്ട്. പോപ്സിക്കിൾ ഐസ്ക്രീമും പിന്നെ നമ്മളുടെ സ്കൂപ്പീൻ ഐസ്ക്രീമും, അങ്ങനെ ഒരുപാട് ഐസ്ക്രീമുകളുണ്ട്. ഡയറി മിൽക്കിൻ്റെ ഒരു പാക്കറ്റ്, ഒരു ഫുൾ ഫാമിലി പാക്ക് ഐസ്ക്രീം ഞങ്ങളിവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോക്കോബാറില്ലേ, അതും ഞങ്ങളിവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡും ഫ്രണ്ടിൽ ട്രോളിങ് കൊണ്ട് പോയിട്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ റേറ്റ് കാണിച്ചു തരാം കേട്ടോ, എനിക്ക് എത്ര രൂപ ബില്ലായി എന്നുള്ളത്. വൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിൽ വൈനും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ബിയർ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഈ സെക്ഷനിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഏകദേശം റേറ്റ് ആയത് അറൗണ്ട് 64 പൗണ്ടാണ്. ഒരാഴ്ചത്തേക്കുള്ള പാല്, പിന്നെ ഫ്രൂട്ട്സ്, അത്യാവശ്യം വെജിറ്റബിൾസ്, പിന്നെ മീറ്റ്, അതുപോലെ തന്നെ ചീസ്, യോഗട്ട്, പിന്നെ ഞാൻ ഡിയോഡ്രൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ലോണ്ട്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂടിയിട്ട് 64 പൗണ്ട്, കറക്കി പറഞ്ഞാൽ 64 പൗണ്ടാണ് ആയത്. ഇനി നമ്മളിവിടെ നേരെ പോകുന്നത് ഒരു ഏഷ്യൻ ഷോപ്പിലേക്കാണ്. നല്ല ചൂടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം നമ്മൾ കാറിലിരുന്ന് തന്നെ കഴിച്ചു. നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ ഒരു ചോക്കോബാർ, നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച ചോക്കോബാർ അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ നമ്മുടെ ഏഷ്യൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയൊരു ഷോപ്പാട്ടോ. ഇത്രയും നാൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇതുപോലെ വെജിറ്റബിൾസും ഫ്രഷ് വെജിറ്റബിൾസും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സാധനങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. ഭയങ്കര പാടായിരുന്നു കിട്ടാൻ. എല്ലാം ഫ്രോസൺ വെജിറ്റബിൾസൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്ത കടയാണിത്. അത്യാവശ്യം നമുക്കെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങളിന്ന് ചെന്ന സമയത്ത് അവിടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കടയിലെ ആൾ പറഞ്ഞു അടുത്ത ദിവസമേ വരുള്ളൂ, നമുക്ക് നല്ല ചക്കപ്പഴവും മാംഗോസ്റ്റിനും റംബൂട്ടാൻ അങ്ങനെയുള്ള നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഇല്ലേ, അതെല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ. മാമ്പഴം, കടച്ചക്ക, ഇടിച്ചക്ക, അങ്ങനെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ചെന്ന സമയത്ത് എല്ലാ വെജിറ്റബിൾസും തീർന്നു. നമ്മുടെ അമ്പഴങ്ങ കേട്ടോ അത് ആ പാക്കറ്റിലിരിക്കണേ. കുറേ നാളെ അമ്പഴങ്ങയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതൊരു ശ്രീലങ്കൻ ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പഴങ്ങ, പിന്നെ ഭയങ്കര മുളകുള്ളൊരു എന്താ പറയുക, കണ്ണുകുട്ടി മുളകോ അങ്ങനെ ഒരു മുളകില്ലേ, ചുവന്ന കളറിൽ ഉണ്ടായിട്ടിരിക്കണേ. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കണ്ണുകുട്ടി എന്നാട്ടോ മുളകിന് പറയണത്. ഭയങ്കര എരിവാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ. ആ മുളകൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കപ്പ, കറിവേപ്പില, മുരിങ്ങയില, ഏത്തപ്പഴം, പച്ചക്കായ, പിന്നെ വള്ളി അച്ചിങ്ങ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് പാവയ്ക്ക, വെജിറ്റബിൾസ്, ലീഫ് എല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എടുക്കാവുന്നതിൻ്റെ മാക്സിമം എടുക്കാറുണ്ട് കേട്ടോ അവിടെ നിന്ന്. സാധാരണ ഞങ്ങൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ ഗ്ലാസ്കോയിലാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയപ്പോൾ എല്ലാം നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഫ്രോസൺ ഐറ്റംസിന് നമ്മുടെ പൊറോട്ട, ഫിഷ്, ഉഴുന്നുവട, അതൊക്കെ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം എന്ന അടുത്ത വീഡിയോയിൽ